ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ റമദാനിൽ കിച്ചൺ ജോലികൾ ഒരു ഭാരമാകാതെ കുറച്ചും കൂടെ ഒരു ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കുറച്ച് ടിപ്സും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാൻ മറന്നു പോകരുതേ. നമുക്ക് പെട്ടെന്ന് കിച്ചൺ ജോലികൾ തീർത്ത് പുറത്തിറങ്ങണമെങ്കിൽ നമുക്ക് വേറെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് ഒരുക്കി വെച്ചാൽ ആ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനുള്ളതാണ് ഞാൻ കൂടുതലായിട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്. അപ്പം ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കട്ടെ. അതാകുമ്പോൾ നമുക്ക് തൊലി കളയാൻ ഭയങ്കര ഈസിയാട്ടോ. കണ്ണ് ഇങ്ങനെ എരിയേയില്ല. സവാളയും അങ്ങനെ തന്നെയാട്ടോ, അങ്ങനെ തന്നെ ഞാൻ ചെയ്യാം. കണ്ണെരിയില്ല, പെട്ടെന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ, നമുക്ക് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ അത്രയും ടൈം നമുക്ക് കിട്ടും. അപ്പോൾ വെളുത്തുള്ളി ഇതാ ഞാനെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നല്ല വലിയ സൈസ് വെളുത്തുള്ളി കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ ഈസിയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. ചെയ്യാൻ പറ്റുന്നവർ ഈ രീതിയിൽ ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുള്ളവർ, എന്തെങ്കിലും തിരക്കായിട്ടുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. നമുക്ക് അത്രയും നാളത്തേക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഒരാഴ്ചത്തേക്കുള്ള ഒരു ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തൊലി കളഞ്ഞിട്ട് ചതച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ചിട്ട് ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് വെച്ചാൽ മതി കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിലുള്ളത്. അല്ല ടൈമുള്ളവർ ഇങ്ങനെ ചെയ്തു വെച്ചോട്ടോ. അപ്പം നിങ്ങളെ ഒരു ഇത് എന്താണോ, നിങ്ങളെ സാഹചര്യം എന്താണോ, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് സമയം കണ്ടെത്തിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പം എൻ്റെ വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ ചെറിയ ഉള്ളിയില്ലേ, അതും സവാളയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് നമുക്ക് ഒരു എക്സ്ട്രാ ടൈം വേണ്ടി വരിക. ഇഞ്ചി വെളുത്തുള്ളി സവാള അതുപോലെ തന്നെ ചെറിയുള്ളി ഇതൊക്കെ തൊലി കളഞ്ഞെടുക്കാൻ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ കുറച്ചൊക്കെ നമുക്കിങ്ങനെ ഒരുക്കി വെക്കുകയാണെങ്കിൽ അല്ലേ, പാചകം നമുക്ക് പെട്ടെന്ന് തീരും അല്ലേ. എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനത്തെ ആ രീതിയിലേക്ക് എടുത്താൽ മതി. എപ്പോഴും നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ഈ റമദാനിൻ്റെ ഈ ടൈമിലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു വെച്ചാലേ നമുക്കൊരു ലാസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് വേഗം പാചകം തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് റമദാനിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഇല്ല കേട്ടോ, എപ്പോഴും ചെയ്താലും എപ്പോഴും നല്ല തന്നെയാണ്. ഞാൻ എപ്പോഴും ചെയ്തു വെക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും റമദാനിൽ ഇത്രത്തോളം വെളുത്തുള്ളി ഇത്രത്തോളം ഇതൊക്കെ എന്തിനാ ഇത്, എന്താ പറയുക, കഴിക്കാൻ വേണ്ടിയിട്ടാണോ ഇബാദത്തെടുക്കാനല്ലേ, അങ്ങനെയെല്ലാം ചിന്തിക്കും. പക്ഷേ ഇങ്ങനത്തതൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം നമുക്കിവിടെ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ തരാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം മാത്രം മതി കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇത് രണ്ടും ഒന്ന് കഴുകിയിട്ട് ഇത് എനിക്ക് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി വെളുത്തുള്ളി ഇഞ്ചി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴുകി ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഡ്രൈ മാറ്റ് ഏതാണെന്നറിയാം, ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള 2 എണ്ണത്തിൽ ഒരെണ്ണമാണ് കേട്ടോ അത്. പക്ഷെ അത് ഞാൻ ഒന്ന് ഇതിനായിട്ട് യൂസ് ചെയ്യുക. ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം നമ്മൾ ടിഷ്യൂലൊക്കെ ഇടുന്നതിനേക്കാളും വെള്ളം പെട്ടെന്ന് അബ്സോർബ് ആവും കേട്ടോ അതിലേക്ക്. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, കണ്ടെയ്നേഴ്സ്, അതുപോലെ തന്നെ മാറ്റ്, അങ്ങനത്തതൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് വെക്കാം കേട്ടോ, അതൊക്കെ ആവശ്യമുള്ളവർക്ക് വാങ്ങാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ വെക്കല, അതുപോലെ തന്നെ ചെറിയുള്ളി ഇത്രയും ഇതുപോലെ ഞാനൊരു കണ്ടെയ്നറിൽ ഇങ്ങനെ ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇത് എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്കല്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. എനിക്ക് കുറേ നാളത്തേക്കുള്ളതാണ്, അപ്പോൾ ഫ്രീസറിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കലർന്നു പോകുന്നില്ല കേട്ടോ. ഇത് ഫ്രീസായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാനും ഈസി ആയിരിക്കും കേട്ടോ, കട്ട പിടിച്ച് പോകുന്നില്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയോടെ മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്ക് അച്ചാറിലേക്കും ഒക്കെ കുറച്ച് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൂന്നായിട്ട് തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ ഫ്രീസായാലും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കരുത്, കഴുകുക, യൂസ് ചെയ്യുക, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കുറേ നേരം വെക്കരുത്, വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കൂടുതലാവും. അപ്പോൾ ജസ്റ്റ് കഴുകുക, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഒരാഴ്ചത്തേക്കുള്ളത് അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ചത്തേക്കുള്ളത് അങ്ങനെയും ചെയ്യാം.
അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യണം, അതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഒരു സവാള നമുക്കൊരു 10-15 ഒക്കെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്നുകിൽ ഇങ്ങനെ കെട്ടി വെക്കുക, ഇല്ലെങ്കിൽ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് എന്തായാലും വെക്കണം. അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് പോകരുത് കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ കണ്ടെയ്നറിൽ എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ആക്കിയിട്ട് വെക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ കവറിലാക്കിയിട്ട് കെട്ടി വെച്ചാലും മതി കേട്ടോ, സ്മെല്ല് പുറത്ത് പോകരുത്. അപ്പോൾ അത്രയും റെഡി. ഇനി ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അടുത്തത് ഇതാണ്. ഇതാക്കി വെച്ചാൽ നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ കുക്കിങ്ങിന്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയിലേക്ക് കുറച്ച് ഓയിൽ, ഞാനിപ്പോൾ നമ്മുടെ റൈസ് ബ്രാൻ ഓയിലില്ല അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാ ഓയിൽ നമ്മൾ യൂസ് ചെയ്യലേ ഇല്ല. അപ്പോൾ നിങ്ങൾ സാധാ ഓയിൽ അതിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ എടുക്കണ്ട, കുറഞ്ഞ ഓയിലാക്കിയിട്ട് പതുക്കെ അരച്ചെടുക്കുക കേട്ടോ. ഇത് വെളുത്തുള്ളി അരച്ചെടുത്തു, ഇനിയിപ്പോൾ ഇതാ ഇഞ്ചിയും കൂടെ അരച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ വെക്കുന്നത് കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീസറിലേക്ക് വെച്ചോ. ഞാനിപ്പോൾ ഈ ഒരു അളവ് എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുക്കിങ്ങിൻ്റെ ഒരു 10-15 മുമ്പ് എടുത്തിട്ട് പുറത്ത് വെക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കുറഞ്ഞ അളവൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ചെയ്തു വെച്ചാൽ തന്നെ, അത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ തന്നെ വലിയ പടി ഒരുങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ട്, അതാണ് ഞാൻ ആദ്യം അത് തന്നെ ചെയ്തത്. ഇതെന്താണെന്നറിയാം, ഞാൻ രാവിലെ നമ്മുടെ കടുക്, ഉലുവ, ചെറിയ ജീരകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ റമദാനിലേക്ക് എന്നല്ല, ഞാൻ ഈ സമയത്ത് മസാല ഒക്കെ പൊടിച്ച് വെക്കും. പിന്നെ വെയിലുള്ള സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് കഴുകി ഒക്കെ വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കടുകിലൊക്കെ അതൊക്കെ ഒഴിവാകാൻ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് മസാലസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണി മസാല, നമ്മൾ ഗരം മസാലയല്ലേ, ഗരം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. എല്ലാം എടുത്തിട്ടുള്ളത് 20 ഗ്രാം വെച്ചിട്ടാണ്. 10 ഗ്രാമിലേക്ക് നമ്മൾ ഒരു ജാതിക്ക അതിൻ്റെ ഷെല്ല് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ, ഉള്ളിലുള്ളത് എടുക്കുക. 10 ഗ്രാമിലേക്ക് ഒരു ജാതിക്ക, അപ്പോൾ 20 ഗ്രാമിലേക്ക് 2 ജാതിക്ക കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം 20 ഗ്രാം എടുക്കുമ്പോൾ അതിൻ്റെ ഡബിൾ വേണം നമ്മൾ വലിയ ജീരകം എടുക്കാൻ. ഇപ്പോൾ എൻ്റെ ഒരു കൈയിൻ്റെ അളവാണ് ഞാൻ എല്ലാം എടുത്തത്, പക്ഷേ 2 കൈ നമ്മൾ വലിയ ജീരകം എടുക്കണം, അത് മറക്കരുത് കേട്ടോ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ബിരിയാണിക്കുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ലെങ്കിൽ കടയിൽ പോയിട്ട് ബിരിയാണീൻ്റെ ഐറ്റംസ് എല്ലാം 5 ഗ്രാം വീതം അല്ലെങ്കിൽ എല്ലാം 10 ഗ്രാം വീതം എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് വലിയ ജീരകം മാത്രം നിങ്ങൾ ഇത്ര കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിക്ക, ജാതിപത്രി, തക്കോലം, അറിയാലോ, ഷാജീര, ഇതൊക്കെയാണ് ഇതിൽ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഗരം മസാലേൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കണ്ടിട്ടില്ലവർ കണ്ടു നോക്കുക, പുതിയ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ. എന്നിട്ട് ഒരു പാന് ചൂടാക്കി അതിൽ ഇട്ടിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക, എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ പൊട്ടും, അതിലുള്ള എല്ലാ ഐറ്റംസ് ഇങ്ങനെ കറുകറാന്ന് പൊട്ടും ആ ഒരു ടൈം, അത്രയും മതി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ അടിപൊളി ബിരിയാണി മസാല റെഡിയാണ്. ബിരിയാണി അടിപൊളി ആവണമെങ്കിൽ ഫസ്റ്റ് മെയിൻ കാര്യം ഒന്ന് ഇത് തന്നെയാണ് കേട്ടോ, നമ്മുടെ ഗരം മസാല തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. ഞാൻ പിന്നെ ബിരിയാണിക്കൊന്നല്ല എല്ലാത്തിലേക്കും ഇങ്ങനെ ഈ ഗരം മസാല യൂസ് ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഇതാ അടുത്തത് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഏലക്കപ്പൊടി എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. അപ്പം ഞാൻ ഏലക്ക ഇതുപോലെ തന്നെ കടായി ചൂടാക്കിയിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഇത് അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഏലക്ക ഇങ്ങനെ പൊട്ടും, അതിൽ കിടന്ന് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. ആ സമയം വരെ ഇത് ചൂടാക്കിയിട്ട് എടുക്കണം. എന്നാൽ ഏലക്ക കരിഞ്ഞു പോകരുത്, കളർ ചേഞ്ച് ഒന്നും ആവരുത് കേട്ടോ, അത്രയും മതി. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണേ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം. ഞാൻ പറഞ്ഞുതരാം. ചിലർക്കൊക്കെ ഈ ഏലക്ക പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നാരായിട്ട് തന്നെ കിടക്കുന്നുണ്ട്, തൊലി എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടുക. ഇനി നമ്മളെ മസാലാസ് എല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യം തന്നെ ഞാൻ കുരുമുളകാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ പാചകത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് തന്നെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ അതാദ്യം പൊടിച്ചെടുക്കട്ടെ. എന്നിട്ട് സെയിം ജാറിൽ നമുക്ക് ഗരം മസാലക്കുള്ള ഐറ്റംസ് പൊടിച്ചെടുക്കാം. അപ്പോൾ കുരുമുളക് എനിക്ക് ഇനിയും പൊടിക്കേണ്ടി വരും കേട്ടോ, കാര്യം കുരുമുളക് നമ്മളിവിടെ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതാ ഏലക്ക പൊടിക്കുമ്പോൾ ഏലക്ക ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഈ ഒരു അളവിലേക്ക് കേട്ടോ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇത് കണ്ടോ, തൊലിയോ ഒന്നുമില്ല കേട്ടോ, നല്ല ഫൈൻ പൗഡറായിട്ടുണ്ട്. ഇത്ര ആക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കണ്ട, ആ രീതിയിൽ. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ നിൽക്കട്ടെ. കട്ടയായി പഞ്ചസാര ഉണ്ടെന്ന് വെച്ചാൽ കട്ടയായി പോവുകയോ ഇങ്ങനെ നനഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ മുന്നേ 2 കൊല്ലമായിട്ട് ഞാൻ പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്ന, കാരണം നമുക്ക് ഏലക്കപ്പൊടി അത്രയല്ലേ വേണ്ടി വരുള്ളൂ.
ഉള്ളതാണ് കേട്ടോ ഈ ബോട്ടിലുള്ളത്. അതിലേക്ക് തന്നെയാണ് ഞാനിത് വീണ്ടും ഇതിട്ട് കൊടുക്കുന്നത്. ഇത് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ. സാധാ നിങ്ങൾ മസാലപ്പൊടികളൊക്കെ വെക്കുന്നിടത്ത് വെക്കുക, നനവുള്ള സ്ഥലത്തൊന്നും വെക്കരുത്. ഈർപ്പം തട്ടുന്നിടത്ത് സാധാ മസാലപ്പൊടികളൊക്കെ വെക്കുന്നതിൻ്റെ കൂടുതലവിടെ വെച്ച് കൊടുത്താൽ മതി. എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അടച്ച് വേണം വെച്ച് കൊടുക്കാൻ കേട്ടോ. അതിൻ്റെ സ്മെല്ല് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. ഇതുപോലെ ചെയ്ത് നോക്കുക എന്തായാലും. നമ്മൾ ശരിക്കും ഈ ഏലക്ക എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഏലക്ക പൊടിക്കാൻ പോയാൽ ഒരു 4 ഏലക്ക എടുത്തിട്ട് പോകും, എന്നിട്ട് അതിൻ്റെ 2 കിട്ടും, 2 തെറിച്ച് പോവും, ഇങ്ങനെയായിരിക്കും. പക്ഷേ ഇങ്ങനെ പൊടിയാക്കി വെച്ചാലേ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ. കുറേ നാൾ നമുക്ക് ഈ സംഭവം ഉണ്ടാവും. അപ്പോൾ അത് സെറ്റായില്ലേ. ഇനി അതൊക്കെ ഒന്ന് എൻ്റെ ഇത് നമുക്ക് ഒന്നും കൂടെ പാചകം ഈസി ആക്കുന്ന സംഭവമാണ് ഇതുപോലത്തെ മസാല ബോക്സ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തതൊക്കെ ഇതുപോലെ ഒരു ബോക്സിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരെണ്ണത്തിൽ നമുക്ക് എപ്പോഴും എടുക്കുന്നത് നമ്മളെ പാചകത്തിന്, ഇപ്പോൾ നിങ്ങളെ പാചകത്തിന് നിങ്ങൾ എന്താണോ എപ്പോഴും യൂസ് ചെയ്യുന്നത് അത് വേണം നിങ്ങൾ ആക്കി കൊടുക്കാനേ. ഇതിപ്പോൾ ഞാൻ ഫില്ല് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. പിന്നെ നമ്മൾ ഗരം മസാല ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ആ ഒരു പാത്രം ഞാൻ ഫില്ലാക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കഴുകി ഉണക്കിയിട്ടുള്ളൂ എല്ലാ സാധനങ്ങളും, അതായത് ജീരകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കുവേ. കാര്യം ആ ഒരൊറ്റ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ അങ്ങനത്തെ ഹൽക്കുലത്തെ സാധനങ്ങളെല്ലാം കിട്ടും. അതുപോലെ തന്നെ വേറൊരു ബോക്സിൽ ഇതുപോലെ നമ്മൾ മസാലസ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തതാക്കി വെക്കുകയാണ്. ആ 2 ബോക്സ് എടുത്താൽ നമ്മളെ അത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമ്മൾ പാചകം ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ് എടുത്ത് വെക്കാനും യൂസ് ചെയ്യാനും. അതുപോലെ തന്നെ കഴുകിയെടുക്കാനും ഒക്കെ നല്ല തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടി എളുപ്പമാവും. ഈ സ്പേസൊക്കെ കുറവുള്ളവർക്കൊക്കെ അത് നല്ലൊരു ഐഡിയ ആണ്. പിന്നെ നമ്മളെ ഗരം മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ പൊടിക്കുമ്പോൾ ഇത്രയും അളവിൽ പൊടിക്കാറുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ എയർ ടൈറ്റ് ആക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുക. അതിൻ്റെ സ്മെല്ല് പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. തുറന്നൊന്നും വെക്കരുത്. ഇതുപോലെ ആവശ്യത്തിനുള്ളത് ഇങ്ങനത്തെ ഇതിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് എയർ ടൈറ്റ് ആയിട്ട് തന്നെ എടുത്ത് വെക്കണേ. അപ്പോൾ അത് മറന്നുകൊണ്ട് നമ്മൾ എടുക്കുന്നതും യൂസ് ചെയ്യുന്നതും ആ ഒരു രീതിയിൽ വ്യത്യാസം വരുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുക. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അടുത്തതാ ഞാൻ കുറച്ച് വെള്ളക്കടല, പിന്നെ നമ്മുടെ ചോളമില്ലേ, സ്വീറ്റ് കോൺ, അപ്പോൾ അത് വാങ്ങിയിട്ട് പുഴുങ്ങിയിട്ട് തണുത്തതിന് ശേഷം ഇങ്ങനെ ക്ലീൻ റാപ്പ് ചെയ്തതാണ് കേട്ടോ. ഇനി അല്ലെങ്കിൽ ഒരു കവറിലോ എയർ ടൈറ്റ് ബോക്സിലോ ആക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്നാക്സിലേക്കോ അതുപോലെ തന്നെ സാലഡിലേക്കോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ്, ഞാനിപ്പോൾ വെള്ളക്കടല എടുത്താൽ നിങ്ങൾക്ക് സാധാ കടല എടുക്കുക, ചെറുപയർ മുളപ്പിച്ചത് എടുക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇതുപോലത്തെ പയർ ഐറ്റംസ് ഇങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ. ഇത് ഞാൻ ഫ്രീസറിലാണ് വെക്കുക. നമുക്ക് വേണ്ടപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സാലഡിലേക്കൊക്കെ യൂസ് ചെയ്യാം. ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യുക. ഇനി ഇതാ എനിക്ക് അച്ചാറിടാനുണ്ട്. അല്ലാത്ത സമയത്ത് അങ്ങനെ അച്ചാറൊന്നും അങ്ങനെ കഴിക്കില്ല, പക്ഷെ നോമ്പിന് ഇത് മസ്റ്റാണ് കേട്ടോ, കഞ്ഞീൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെല്ലിക്ക ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ആവി കൊള്ളിച്ചു. ഇങ്ങനെ ഭയങ്കരമായിട്ട് അരിഞ്ഞു പോകരുത്, എന്നാൽ ചെറുതായിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു സോഫ്റ്റ് അത്രേ വേണ്ടുള്ളൂ കേട്ടോ. ചെറുതായിട്ട് കളർ ചേഞ്ച് ആവും. ഇത് കണ്ടാ, ഇതിപ്പോൾ ഞാൻ കൈ അമർത്തുമ്പോൾ പൊട്ടിപ്പോകുന്നില്ല, അത്ര മതി കേട്ടോ. എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ അലിഞ്ഞ് ആ ഒരു രീതിയിൽ വെന്ത പോലെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ചുകൂടി വേവിച്ചാൽ മതി. നമുക്ക് ഇത്രയും മതി കേട്ടോ. അപ്പോൾ അതവിടെ തണുത്ത് വരട്ടെ. ആ ഒരു സമയത്ത് കുറച്ച് നെല്ലിക്ക, ഇത് വേറെ നെല്ലിക്കയാണേ, കുറച്ച് നെല്ലിക്ക ഞാനൊന്ന് ഉപ്പിലൂടും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും ഞാൻ എല്ലാ നോമ്പിനും ചെയ്യുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഇതിനോടും ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ നോമ്പിന്. അല്ലാത്ത സമയത്തൊന്നും ഇങ്ങനത്തെ ഒന്നും കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നെല്ലിക്ക ഇടുമ്പോൾ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ അത്ര തന്നെ ക്യാരറ്റും വേണം കേട്ടോ. എന്നാലാണ് ഈ ഒരു രീതിയിൽ ഇടുന്നതാണ് എനിക്കിഷ്ടം. ഇതിലത്തെ ഇതിടുന്നത് നോക്കണ്ട, ക്യാരറ്റൊക്കെ അല്ലേ ശരിക്കും ഇന്ന് തന്നെ കഴിക്കാൻ തുടങ്ങും കേട്ടോ. ഇട്ട് വെച്ചത് മുതൽ അങ്ങനെ കഴിക്കാൻ തുടങ്ങുക. ക്യാരറ്റ് എന്നിട്ട് പെട്ടെന്ന് തീരും. എന്നിട്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ വെറുതെ നെല്ലിക്ക ഉപ്പിലിടുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. ഈ ഒരു ആ നെല്ലിക്കേൻ്റെ ഭയങ്കരമായിട്ടുള്ള പുളി ക്യാരറ്റ് കുറക്കുന്നത് പോലെ തോന്നാറുണ്ട്. പിന്നെ ആ ഒരു പച്ചമുളകിൻ്റെയും ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ആ ഒരു വെള്ളത്തിലും ആ ഒരു നെല്ലിക്കയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഉപ്പിലിടുക എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വിനാഗിരിയും കാര്യങ്ങളൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ കാന്താരി, പച്ചമുളകൊക്കെ ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ കൂടുതലും ഒഴിച്ചു കൊടുക്കുക. കുറഞ്ഞ അളവ് മാത്രമാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നല്ല ഉണങ്ങിയിട്ടുള്ള ബോട്ടിലെടുക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല കേട്ടോ, പുറത്ത് തന്നെയാണ് വെക്കുക. അപ്പോൾ കുറച്ച്
ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരുപാട് ചേർക്കണ്ട, കാരണം നമുക്ക് ആ വെള്ളവും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ നെല്ലിക്കയിലും ക്യാരറ്റിലൊക്കെ ആ പാകത്തിനുള്ള ഉപ്പ് മതിയല്ലോ, അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും ഞാൻ ഏകദേശം കുപ്പീൻ്റെ നിറച്ച് വരെ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 3 ടേബിൾ സ്പൂണൊക്കെ വിനാഗിരി മാത്രം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത്രയും മതി കേട്ടോ, ഇനി ഇതിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ബോട്ടിലൊന്ന് ഫില്ലാവാനുണ്ട്. ബാക്കി ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത്രയും മതി. നമ്മൾ കാന്താരി ഉപ്പിലിടുകയാണെങ്കിലും പച്ചമുളക് ഉപ്പിലിടുകയാണെങ്കിലും ഇതേപോലെ തന്നെ വെള്ളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ അതിങ്ങനെ കല്ലായി പോകും കേട്ടോ, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ഈ രീതിയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടതും റെഡി ആയിട്ടുണ്ട്. ശരിക്കും കാണുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ വെള്ളം വരുന്നുട്ടോ വായിൽ. അടുത്ത് നമുക്ക് നല്ല ഒരു നാടൻ അച്ചാറുകളാണ് കേട്ടോ. 2 അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്കായിട്ട് നമ്മൾ കടായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പറയാം, 2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ കടുക്, പിന്നെ എരിവിനാവശ്യത്തിനുള്ള കുരുമുളക്. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണൊക്കെ മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ പൗഡർ ഉണ്ടെങ്കിൽ അവിടെ മാറ്റി വെച്ചോ. നമ്മൾ മസാലപ്പൊടികൾ ഇടുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കുക കേട്ടോ. ഇനി കുറച്ച് ഐറ്റംസ് കൂടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതൊക്കെ എടുക്കുക. പച്ചമുളക് ഞാനൊന്ന് ജസ്റ്റ് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്കൊരു ഒരു യെല്ലോ കളറിലെ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കറിവേപ്പില, അത് കുറച്ച് ഇത്രയും ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അച്ചാറെല്ലാം ഇടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുറച്ച് വെളുത്തുള്ളി, എല്ലാം ഇത്രയും മതി കേട്ടോ, കാരണം നമ്മൾ അരച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുറേ വേണ്ട കേട്ടോ, ആ കുത്തൽ വരണ്ട. ഇനി എണ്ണ, നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ എടുക്കാം, വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചുകൂടെ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ നല്ലെണ്ണയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അളവ് മതി കേട്ടോ, ഒരുപാട് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടെങ്കിലും ഉലുവയും കടുകും കുറച്ച് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. അത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മസാലയില്ലേ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് കളർ ചേഞ്ച് ആയി പോകണ്ട. ഈ ഒരു സമയത്ത് ഇങ്ങനെ അടിയിൽ പിടിക്കുന്ന പോലെ തോന്നുക, പക്ഷേ ഇതായി വരുമ്പോൾ ഇങ്ങനെ അടിയിൽ നിന്ന് നമുക്ക് സൂപ്പറായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് അതിൻ്റെ പരുവം. അതിലേക്ക് ഞാൻ നമ്മളെ സാമ്പാർ കായല്ലേ, അതിൻ്റെ 2 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടിയാണെങ്കിലും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ മസാല. മറ്റേ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഉലുവ, കടുക്, ജീരകം, ആ സംഭവങ്ങൾ അതവിടെ ഉണ്ട്. ഇനി നമ്മൾ നെല്ലിക്ക ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്. അപ്പോൾ അത് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിനാഗിരി ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയില്ലേ, ആ മസാലപ്പൊടികളും ഈ ഒരു സമയത്ത് തന്നെ ഇട്ടിട്ട്, എന്നാൽ പിന്നെ രണ്ട് തവണ ഇളക്കേണ്ട കാര്യമില്ല, ഒറ്റ തവണയിൽ കാര്യം തീരും. അപ്പോൾ നമ്മൾ മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയും നിങ്ങൾക്ക് എരിവ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിത് എരിവെല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തല്ലോ. പച്ചമുളകൊക്കെ നെല്ലിക്ക കൂടുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിക്കോ. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂട് വേണ്ട, ആറിയ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടെടുക്കുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇനിയും വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഭയങ്കര ലൂസായിട്ടുള്ളൊരു അച്ചാറിലാട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ടെടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പെരണ്ടിട്ടുണ്ടാവില്ലേ, ഈ നെല്ലിക്കയിൽ ഇങ്ങനെ മസാല പെരണ്ട് നിൽക്കുന്ന ആ ഒരു പരുവത്തിലുള്ള അച്ചാറാണ് കേട്ടോ. നമുക്കിവിടെ അങ്ങനെയാണ് ഇഷ്ടം, ആ ഒരു ടേസ്റ്റ്. അപ്പോൾ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ടെടുത്തു. ലാസ്റ്റ് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇത് മധുരമൊന്നും വരില്ല, പക്ഷേ ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിൽ നല്ല ടേസ്റ്റ്, അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഒരാഴ്ച പുറത്ത് വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുവേ. നിങ്ങൾക്ക് ഇതാർക്കെങ്കിലും കൊടുത്തു വിടാൻ, അല്ലെങ്കിൽ കുറേ നാളിരിക്കാൻ പുറത്തുതന്നെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വെള്ളത്തിന് പകരം തിളപ്പിച്ചാറിയ വെള്ളത്തിന് പകരം വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാർ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കണ്ണിമാങ്ങ അച്ചാർ ഇടുകയാണേ. അപ്പോൾ അതിനായിട്ട് ഒരു കടായി ചൂടായി വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി അതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കളർ ചേഞ്ച് ഒന്നും ആവേണ്ട, ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം കണ്ണിമാങ്ങ ഉണ്ടല്ലോ, നമ്മൾ ഉപ്പിലിട്ട് വെച്ച മാങ്ങ, അത് ഇട്ട് കൊടുത്തിട്ട്
മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇത് കഴിഞ്ഞ റമദാനിന് ഞാൻ ഈ കണ്ണിമാങ്ങ ഉപ്പിട്ട് വെക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സെയിം മാങ്ങയാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണിത് ഇടുന്നത്. ഇതിന് മുമ്പ് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കാന്താരി കുത്തിട്ടിട്ട് അങ്ങനെ ചെയ്യൂലേ, തനുവിനും ഹവ്വക്കൊക്കെ അങ്ങനെ വളർന്നുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറിടുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ വെള്ളം തന്നെ, കണ്ണിമാങ്ങൻ്റെ വെള്ളം തന്നെ ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കുക, വേറെ വെള്ളം ആവശ്യമില്ല കേട്ടോ. പിന്നെ കടുക് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയില്ലേ, റോസ്റ്റ് ചെയ്യുമെന്ന് വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക, ഒരുപാട് കളർ ചേഞ്ച് ആവാതെ മിക്സിൻ്റെ ജാറിലൊന്ന് പൊടിച്ചെടുക്കുക. ഇങ്ങനെ പൊടിഞ്ഞാൽ മതി, പൗഡർ ആവരുത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ അങ്ങനത്തതൊന്നും വേണ്ട കേട്ടോ, കടുക് മാത്രം മതി. ആ കടുകിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കായപ്പൊടിയില്ലേ, കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായത്. കഷ്ണം ചേർത്ത് കൊടുക്കേണ്ട കാര്യം, ഇത് നമ്മൾ അടുപ്പിലൊന്നും വെക്കുന്നില്ല, ഫ്ലെയിം ഓൺ അല്ല കേട്ടോ. ആ മസാല ചൂടാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുള്ള, പിന്നെ നമ്മൾ ഓഫാക്കി പിന്നെ അടുപ്പ് കത്തിക്കുകയേ വേണ്ട. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി കണ്ണിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങയുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ ഒക്കെ റെഡിയാക്കി ഉപ്പൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിലേ വിനാഗിരി ഒന്നും ചേർക്കാത്ത അച്ചാർ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറും റെഡിയാണ്, നെല്ലിക്ക അച്ചാറും റെഡിയാണ്. അപ്പോൾ ഇതൊക്കെ തണുത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ബോട്ടിലേക്ക് ആക്കി മാറ്റുന്നത്. ഈ നെല്ലിക്കച്ചാറില്ലേ, ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ 1-2 പീസ് അച്ചാറെടുത്തിട്ട് ആ ചൂട് ചോറിലിങ്ങനെ കുഴച്ച് കഴിക്കാനുണ്ടല്ലോ, നല്ല ടേസ്റ്റാട്ടോ. അങ്ങനത്തെ ഒരു ഫ്ലേവറും ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു നെല്ലിക്ക അച്ചാറിനുള്ളത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, അടിപൊളി അച്ചാറാണ്. നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച് എരിവൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ഈ നന്നായിട്ട് അച്ചാറൊക്കെ കഴിക്കുന്നവരുണ്ടാവില്ലേ, പണ്ടൊക്കെ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല അടിപൊളിയായിട്ട് കഴിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. നെല്ലിക്കയാണ്, നമ്മൾ വിനാഗിരി ഒന്നും ചേർത്തിട്ടുമില്ല. കണ്ണിമാങ്ങയും അതുപോലെ തന്നെയാണ് കേട്ടോ. കണ്ണിമാങ്ങ ഉപ്പിട്ട് വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, എന്താ പറയുക, ഒരുപാട് ഉപ്പ് വാരിയിടരുത്. അപ്പോൾ നമുക്ക് ആ വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ഇങ്ങനെ വെള്ളത്തിൽ ഉപ്പായി പോകില്ലേ. ഇതിപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ആ വെള്ളം ഒക്കെ എനിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത്രയും അച്ചാറിട്ടത് ഒരു ബോട്ടിൽ പൂമോക്കുള്ളതാണ് കേട്ടോ. തനുവിനും ഹവ്വക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബോട്ടിൽ എനിക്ക് ഒരു ബോട്ടിൽ ഓക്കുള്ളതുമാണ്. അപ്പോൾ നമ്മളെ അച്ചാറും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് തേങ്ങ 1-2-3 തേങ്ങ ചിരകിയിട്ട് ഫ്രീസറിലേക്ക് വെക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഒരു 2-3 സവാള നമ്മൾ ബിരിയാണിക്കുള്ള എന്താ പറയുക ഗോൾഡൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കൂലേ, അങ്ങനെ ആക്കിയിട്ട് ഫ്രീസറിലേക്ക് ബോക്സിലാക്കിയിട്ട് അതും വെക്കും കേട്ടോ. അതെനിക്ക് നിർബന്ധമാണ്. തേങ്ങ ചിരകിയതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ ഒരു ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെക്കും. അതും നമുക്ക് പാചകം നല്ല ഈസി ആക്കും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ തവണയുള്ള നമ്മുടെ ഈ ഇങ്ങനെ ഒരുക്കുന്ന വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചത് തന്നെ വീണ്ടും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഇനി ഫ്രിഡ്ജൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതിന് ഡീപ്പ് ക്ലീനും കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ ഡെയിലി ഞാനൊരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടാണ് ഫ്രിഡ്ജ് തുറക്കുക തന്നെ. കാര്യം എന്തെങ്കിലും വെക്കുന്ന സമയത്ത് അവിടെയുള്ള അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തുടക്കും. അതുപോലെ തന്നെ പാത്രത്തിൻ്റെ മുകളിലുണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒരു ക്ലോത്ത് കൊണ്ട് ആ ഒരു റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് തുടച്ചെടുത്തിട്ട് ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മളെ സവാള, പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അങ്ങനെയും വെച്ചിട്ടില്ലേ. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അങ്ങനെ വെച്ചത് ഫ്രീസറിലേക്ക് വെക്കുന്നത് എനിക്ക് എല്ലാത്തിലേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. ചിലതിലേക്ക് എനിക്ക് ചതച്ചിടണം, ചിലതിലേക്ക് എനിക്ക് അരിഞ്ഞിടണം, അങ്ങനെയൊക്കെ വേണ്ടി വരില്ല. അപ്പോൾ അതിനും കൂടെ ഉള്ളതാണ് ഞാൻ അങ്ങനെ വെച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റമദാൻ കഴിഞ്ഞാലും ബാക്കി ഉണ്ടാവും കേട്ടോ. അങ്ങനെ രണ്ടും കൂടെ ആയിട്ടാണല്ലോ ഞാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ആണ് എൻ്റെ അടുക്കളയിലേക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകല്ലേ. നമ്മുടെ റമദാനിൽ നമ്മളെ വീഡിയോ ഒരു 10 മണിക്ക് പോസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അതൊക്കെ നോക്കിയിട്ട് എന്തായാലും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ഞാൻ വിവരങ്ങൾ തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റമദാൻ കരീം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.